Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, Good എല്ലാവർക്കും afternoon, ma'am. നിങ്ങൾക്ക് കഴിച്ചാ? ഫുഡൊക്കെ കഴിഞ്ഞോ എല്ലാവരും? കഴിച്ചു madam. കഴിച്ചു. Yes, madam. Okay, ശ്രീലേഖ, good afternoon. നമ്മൾ ഫസ്റ്റ് ടൈം ആയിരിക്കും അല്ലേ കാണുന്നത്. ബാക്കി എല്ലാ മിസ്സുമാരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്റെ പേര് വന്ദന എന്നാണ് കേട്ടോ. വന്ദന എന്നാണ് പേര്. ഓക്കെ, രണ്ട് ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോ ഏകദേശം ക്ലാസ്സിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? ഐഡിയ ആയോ? ഓക്കെ ആയോ എല്ലാവരും? ഓക്കെ ആണ്. ശരി, എവിടെയുള്ളവരൊക്കെ ഉണ്ട്? ഒരുപാട് ദൂരെയുള്ളവരൊക്കെ ഉണ്ടോ നമ്മുടെ ക്ലാസ്സില്? ഓക്കെ, കോഴിക്കോട് നിന്നല്ലേ? കോഴിക്കോട്, പിന്നെ കോഴിക്കോട് മാത്രമേ ഉള്ളൂ? തിരുവനന്തപുരം. എവിടെയാണ്? തിരുവനന്തപുരം. ഓക്കെ, ട്രിവാൻഡ്രം, പത്തനംതിട്ട, ഓക്കെ, കോതമംഗലം, പള്ളി. തൃശ്ശൂര്, ഓക്കെ, കണ്ണൂര്, വയനാട്, ഓക്കെ, എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകളും ഉണ്ടല്ലേ? ഓക്കെ, തൃശ്ശൂര്. അപ്പൊ നമ്മുടെ ക്ലാസ് നമുക്ക് തുടങ്ങാം. ഞാൻ ജസ്റ്റ് ക്ലാസ്സിനെ പറ്റിയിട്ട് ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞതാണ്. പിന്നെ ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടു അല്ലെ? അപ്പൊ നമുക്കറിയാം ഓരോ ദിവസവും 2 മണിക്കൂറിന്റെ ക്ലാസ്സുകളാണ്, അറിയാലോ. പിന്നെ നമ്മൾ എപ്പോഴും ഓൾ മ്യൂട്ട് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുക കേട്ടോ. ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മൾ ഓൾ മ്യൂട്ട് കൊടുക്കും. വേറെ ഒന്നുകൊണ്ടുമല്ല, അല്ലെങ്കിൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും, ഞങ്ങൾക്കും ഡിസ്റ്റർബൻസ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഓൾ മ്യൂട്ട് ചെയ്ത് ക്ലാസ് എടുക്കുന്നത്. എന്നാലും ക്ലാസ്സിന്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. നമുക്കിവിടെ മെസ്സേജ് കാണാമല്ലോ, പിന്നെ വായിക്കാം കേട്ടോ. അപ്പൊ മെസ്സേജ് അയച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും മനസ്സിലാവായോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയുന്നതിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവ് ഫീൽ ചെയ്യുകയാണെങ്കിൽ അപ്പൊ തന്നെ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് കഴിയുന്നതിന്റെ ഒരു 5 മിനിറ്റ് മുമ്പൊക്കെ നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കും. എന്നിട്ട് അൺമ്യൂട്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ തുടക്കമായത് കൊണ്ട് ഒത്തിരി സ്പീഡിലൊന്നും നമ്മൾ പോകുന്നില്ല, അതായത് പതുക്കെ മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷമൊക്കെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഓക്കെ, ജോലി ചെയ്യുന്ന ആളുകളും ഉണ്ടായിരിക്കും അല്ലെ? നമ്മളെന്തായാലും ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ എന്തായാലും മലയാളത്തിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുക കേട്ടോ. ഒരു ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടാവുമല്ലോ അല്ലെ? ആവറേജ് ആയിട്ടുള്ള ആളുകളും ബിലോ ആവറേജ് ആയിട്ടുള്ള ആളുകളും ഒക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ അവർക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അതിനെ പറ്റിയൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും വേണ്ട. ആ രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ പോവുക കേട്ടോ. പിന്നെ വേറെ അഡീഷണൽ ആയിട്ട് നോട്ടോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങണം കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചിരുന്നോ? ടെക്സ്റ്റ് ബുക്കിന് ഓർഡർ കൊടുത്തോ? ഇല്ല, കുറച്ച് പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് എന്തായാലും വാങ്ങണം കേട്ടോ. അല്ലാതെ നമുക്ക് ക്ലാസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോളോ ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. ഓക്കെ, വിജി വാങ്ങിച്ചു അല്ലേ? ഓക്കെ, വാങ്ങണം കേട്ടോ. കാര്യം എന്താന്ന് വെച്ചാൽ ഒരു ദിവസം തന്നെ ക്ലാസ്സുകൾ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയണ്ടേ ഏതൊക്കെ വാങ്ങലാന്ന്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ പറ്റില്ല. ഓക്കെ, അപ്പൊ അത് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുത്ത് വാങ്ങാൻ നോക്കുക കേട്ടോ. അതുവരെ നമ്മൾ എന്തായാലും കുറച്ച് സ്ലോയിൽ തന്നെ പോകുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ ആ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ, അത് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. വേറെ അഡീഷണൽ ആയിട്ട് നോട്ടോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. പിന്നെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ എന്തെങ്കിലും വേർഡിന്റെ മീനിങ്ങുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. വലിയ വലിയ കാര്യങ്ങളല്ല, ചെറുതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ മോക്ക് ടെസ്റ്റിനെ പറ്റി നിങ്ങൾക്ക് അറിയാലോ. ഡെയിലി ഓരോ മിസ്സുമാരും അവരെടുക്കുന്ന ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ. 5 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. കാര്യം എക്സാമിന്റെ പാറ്റേൺ ഒക്കെ അറിയാലോ. ഡിസ്ക്രിപ്റ്റീവ് അല്ല, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് കേട്ടോ എക്സാം.
ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. കറക്റ്റ് ഓപ്ഷൻ ഏതാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ള ടാസ്ക് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ബുക്സ് വാങ്ങിയതിന് ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. അപ്പോ ഈ മോക്ക് ടെസ്റ്റുകൾ എന്തിനാ പ്രാക്ടീസ് ചെയ്യണേന്ന് വെച്ചാല് എക്സാമിന്റെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത്, ഏത് രീതിയിലാണ്, അപ്പൊ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പഠിക്കുന്നതിനനുസരിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ കാര്യം എനിക്കറിയാം തിരക്കുകൾ ഉണ്ടാവും, വീട്ടിലെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും, അല്ലെ, കുടുംബത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിപ്പോ ഉണ്ടായി, പക്ഷെ എന്നാലും ഡെയിലി നിങ്ങൾ സമയം കണ്ടെത്തണം കേട്ടോ. ഓക്കെ, അതുപോലെ ഓരോ മിസ്സുമാര് എടുക്കുന്ന ഭാഗങ്ങള് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വായിച്ചിട്ട് കിടക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും, പിന്നീട് എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് പഠിക്കാന്ന് വിചാരിച്ച് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. നിങ്ങളുടെ സമയം എങ്ങനെയാന്ന് വെച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക കേട്ടോ. ഓക്കെ, അത്രയ്ക്കേ ഉള്ളൂ പറയാനായിട്ട്. പിന്നെ എക്സാമിന്റെ കാര്യം അറിയാലോ, 1 വേർഡ് ആണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ക്ലാസ്സിനെ പറ്റി ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട് കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവരും? ഇനി കൂടുതൽ പറയേണ്ട കാര്യമില്ല. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി 2 ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞതല്ലേ. ഓക്കെ, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? ഇല്ല. ഓക്കെ, എന്റെ പേര് നോട്ട് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. വന്ദന എന്നാണ് പേര്. പിന്നെ നമുക്ക് 4 മൊഡ്യൂൾസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഓരോ മൊഡ്യൂൾസിലും ഇത്ര ചാപ്റ്റേഴ്സ് വീതം ഓരോ മിസ്സുമാർക്കും അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ഓരോ മിസ്സുമാരും ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോ എനിക്ക് മൊഡ്യൂൾ 1-നകത്ത് തന്നിരിക്കുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ 5ഉം 11ഉം ആണ് കേട്ടോ. അതില് 5ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് കേട്ടോ. 5th ചാപ്റ്റർ ആണ്. അപ്പൊ ആ ചാപ്റ്ററിന്റെ പേര് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ടെക്സ്റ്റ് ഇല്ലാത്തവരൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചാപ്റ്റർ നമ്പർ 5 ആണ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ. ആ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഓക്കെ ആണ് എല്ലാവരും? സെറ്റ് ആണോ? തുടങ്ങാലോ നമുക്ക്. എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ ആണ്, തുടങ്ങാം. അപ്പൊ ശരി, ഞാൻ അങ്ങനെയാണെങ്കിൽ ഓൾ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പോ മൊഡ്യൂൾ 1-നകത്തെ 5ാമത്തെ ചാപ്റ്റർ കേട്ടോ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ. ഇത് അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. അതായത് ഈ മൊഡ്യൂളിൽ വരുന്ന മറ്റ് ചാപ്റ്റേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് വലിയ ചാപ്റ്റർ ആണ്, പക്ഷെ വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. പിന്നെ മാത്രമല്ല, നമ്മള് ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പോയിട്ടുള്ള ആൾക്കാര്, ഹോസ്പിറ്റലിലൊക്കെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞ ഒരുപാട് ഡെപ്തിലൊന്നും നമുക്ക് പഠിക്കാനില്ല, വളരെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ മാത്രമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എടുക്കുന്നത് കേട്ടോ. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന കുറേ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്, ഓരോരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മളൊരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെയൊക്കെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ചില ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതില് ചില ഓർഗൻ സിസ്റ്റങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ചിലപ്പോൾ ചില ഓർഗൻ സിസ്റ്റം ഒക്കെ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും, ഇതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങള് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക കേട്ടോ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ അത് നോക്കുക കേട്ടോ. തുടങ്ങല്ലേ? അപ്പൊ നോക്കുക, ശ്രദ്ധിക്കുക കേട്ടോ. സ്ക്രീൻ നോക്കുക കേട്ടോ. ടെക്സ്റ്റ് ഇല്ലാത്തവര് സ്ക്രീൻ ഒന്ന് നോക്കുക. ചാപ്റ്റർ നമ്പർ 5, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾക്ക് ആ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്നത് ഒരു ഇൻഡെക്സ് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് വേറെ ഒന്നുമില്ല, നമ്മൾ ആ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാൻ പോകുന്ന കാര്യങ്ങള് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് അത് പരിചയപ്പെടാം. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനിയുള്ള പേജസിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പോ പ്രധാനമായിട്ടും ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല് അതിന് നമ്മള് 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ പഠിക്കുന്നത്. നമുക്കെല്ലാം ഒരുമിച്ച് പഠിക്കുന്നേക്കാളും നല്ലത് അതിനിങ്ങനെ ഓരോരോ ഡിവിഷൻ ആക്കി തിരിച്ച് ഓരോ കാറ്റഗറി ആയിട്ട് പഠിക്കുകയല്ലേ സൗകര്യം.
അപ്പൊ അതുകൊണ്ട് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിനെ പ്രധാനമായിട്ട് നമ്മൾ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണെന്നറിയോ ആ 3 ഡിവിഷൻസ്? ഒന്ന് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. നമുക്ക് അവിടെ കാണാൻ പറ്റും, നമ്പർ 1 കൊടുത്തിരിക്കുന്നുണ്ടോ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ടെക്സ്റ്റ് ഇല്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോളൂ, ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെറുതെ എഴുതി വെക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഒരു 3 ആരോസ് ഇങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, അതില് ആദ്യത്തെ ഏരോന്റെ കീഴില് നിങ്ങൾ എഴുതാം ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. രണ്ടാമത്തെ ഡിവിഷൻ എന്താണ്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ മെയിൻ ഡിവിഷൻ എന്ന് പറഞ്ഞാല് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. പേരങ്ങനെയല്ലേ, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഡിവിഷൻ എന്ന് പറഞ്ഞാല് മൂന്നാമത്തെ ഏതാണെന്ന് നോക്കിയേ, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അതാണ് മെയിൻ ആയിട്ടുള്ള 3 ഡിവിഷൻസ്. ഇതൊക്കെയാണ് ഫസ്റ്റ് വൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സെക്കൻഡ് വൺ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, ആൻഡ് തേർഡ് വൺ എന്ന് പറഞ്ഞാല് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന കാര്യങ്ങള്? ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ, നമുക്ക് അതിനനുസരിച്ച് ക്ലാസ്സുകൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇനി ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ 3 ഡിവിഷൻസ് ആയിട്ട് അതിനെ തിരിച്ചു. ഇനി ആദ്യം നമ്മൾ പറഞ്ഞ മെയിൻ ഡിവിഷൻ ഏതാണ്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാം കേട്ടോ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? വീണ്ടും 2 ആയിട്ട് നമ്മൾ സബ് ഡിവൈഡ് ചെയ്യാണ്. എന്താണ്? 2 ആയിട്ട് നമ്മൾ അതിനെ സബ് ഡിവൈഡ് ചെയ്യാണ് കേട്ടോ. അതായത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ അഗെയിൻ ഡിവൈഡഡ് ഇൻടു 2, 2 ആയിട്ട് നമ്മൾ സബ് ഡിവൈഡ് ചെയ്യാണ്. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് OPD. നമുക്ക് എന്താണ്? OPD. OPD എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? പിന്നെ രണ്ടാമത്തെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? IPD ആണ്. IPD എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ആരാണ് ഇൻപേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നമ്മൾ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയിട്ട് ചികിത്സ എടുക്കുന്ന രോഗികൾ അല്ലെ, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ സാധാരണ വല്ല ചുമയും പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ പോയി കാണുന്നു, പോയി കണ്ട് മരുന്നൊക്കെ മേടിച്ച് തിരിച്ച് നമ്മൾ ഔട്ട് പേഷ്യൻസ് ആയിട്ടാണ് അവിടെ പോകുന്നത് അല്ലെ. അതേസമയം ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസിനെ നമ്മൾ എന്ത് പറയുന്നു? ഇൻപേഷ്യൻസ് എന്ന് പറയാം. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഓർത്ത് വെക്കാം, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ പ്രധാനമായിട്ടും 2 ആയിട്ടാണ് സബ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് OPD ആണ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാല് IPD ആണ് കേട്ടോ, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അതിന് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. എന്താ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ആ ഒരു ഡിവിഷൻ ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ മെയിൻ ഡിവിഷൻ ആണ്. രണ്ടാമത്തെ മെയിൻ ഡിവിഷൻ ഏതായിരുന്നു? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. എന്താണ്? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ ഇവിടെ വീണ്ടും 4 ആയിട്ടാണ് സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എത്രയായിട്ടാണ്? 4 ആയിട്ടാണ് അവിടെ സബ് ഡിവൈഡ് ചെയ്യുന്നത്. സ്ക്രീനിൽ ഒന്ന് നോക്കുക കേട്ടോ. ഏതൊക്കെയാ നോക്കിയേ? ഒന്ന് തെറാപ്യൂട്ടിക്. ഒന്നാമത്തെ എന്താണ്? തെറാപ്യൂട്ടിക്. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക മാത്രമാണ് കേട്ടോ അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ തെറാപ്യൂട്ടിക്, രണ്ടാമത്തത് ജനറൽ ആണ് കേട്ടോ, ജനറൽ ആണ്. മൂന്നാമത്തത് ഡയഗ്നോസ്റ്റിക്സ് ആണ്, ഡയഗ്നോസ്റ്റിക്സ്. ആൻഡ് ഫോർത്ത് വൺ ഇൻഫോർമേറ്റീവ് ആണ്. എന്താണ്? ഇൻഫോർമേറ്റീവ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ്? തെറാപ്യൂട്ടിക് എന്ന് പറയുന്ന ഒരു സബ് ഡിവിഷൻ ആണ്. തെറാപ്യൂട്ടിക് എന്നൊക്കെ പറയുന്നത് എന്താ അർത്ഥമാക്കുന്നത്? ചികിത്സാപരമായിട്ട് അല്ലെ, ചികിത്സയാണ് അല്ലെ തെറാപ്യൂട്ടിക്. അതിനകത്ത് വരുന്ന ആളുകൾ ആരൊക്കെയാണ് നോക്കിയേ? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ വരുന്നുണ്ട്? ഫാർമസി വരുന്നുണ്ട് അല്ലെ. ഫാർമസിയുടെ ഉദ്ദേശം എന്താ? മരുന്നുകൾ കൊടുക്കുന്നതാണ് അല്ലെ. മരുന്നുകളിലൂടെയല്ലേ നമ്മൾ ട്രീറ്റ്മെന്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ തെറാപ്യൂട്ടിക്കിന്റെ അകത്ത് വരുന്ന ഒരാൾ ആരാണ്? ഫാർമസിയാണ് അല്ലെ, ഫാർമസി. പിന്നെന്താണ്? ഫിസിയോതെറാപ്പി അല്ലെ. ഫിസിയോതെറാപ്പി നമുക്കറിയാം, എന്തെങ്കിലും ആക്സിഡന്റോ അല്ലെങ്കിൽ ഗുരുതരമായിട്ട് അസുഖങ്ങളൊക്കെ വന്ന് എന്തെങ്കിലും ഡിസേബിൾമെന്റ് വന്നു കഴിഞ്ഞാല് അവര് പഴയ അല്ലെ അവരുടെ ആ ഒരു നോർമൽ ഫംഗ്ഷനിലോട്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യാറുണ്ട് അല്ലെ. സോ അതും എന്താണ്? പാർട്ട് ഓഫ് തെറാപ്പി അല്ലെ. സോ
സോ അതിന്റെ കീഴിൽ വരുന്നതാണ് എന്ത് ഫിസിയോതെറാപ്പി. പിന്നെ എന്താണ് ഡയറ്ററ്റിക്സ് ആണ് അല്ലെ. ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഭക്ഷണക്രമമാണ്. നമുക്കറിയാലോ ഭക്ഷണം അല്ലെ. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ആരോഗ്യം നിലനിർത്തുന്നതിലും നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്നതിലും ഒരുപോലെ പ്രധാനപ്പെട്ട ഒരാളാണ് അല്ലെ ഫുഡ് എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അല്ലെ കൂടുതൽ എങ്ങനെയാണ് എല്ലാവരും ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ്സ് ഒക്കെ അല്ലേ കൂടുതലും കഴിക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് ഒത്തിരി ജീവിതശൈലി രോഗങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ. അതേസമയം നമ്മൾ വളരെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്ററ്റിക്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അത്രയും ഹെൽത്തി ആയിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത് എന്താണ് അതിന്റെ ഒരു ഭാഗമാണ് അല്ലെ. സോ ഇതൊക്കെയാണ് അതിന്റെ കീഴിൽ വരുന്നത് ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയറ്ററ്റിക്സ്. ഓക്കെ, ആ ഒരു ഡിവിഷൻ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ സബ് ഡിവിഷൻ ജനറൽ ആണ് അല്ലെ. ജനറൽ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏതൊക്കെയാ നോക്കിയേ. ഒന്ന് CSST ആണ് കേട്ടോ. അപ്പൊ CSSTയുടെ ഫുൾ ഫോം ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എന്താണെന്നറിയോ CSSTയുടെ ഫുൾ ഫോം എഴുതി വെച്ചോളൂ കേട്ടോ. സെൻട്രൽ എഴുതിക്കോളൂ. സെൻട്രൽ SCENTRAL സെൻട്രൽ സ്റ്റെറൈൽ STERILE സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. സപ്ലൈ SUPPLY. ഓക്കെ, സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, CSSTയുടെ ഫുൾ ഫോം ആണ് കേട്ടോ. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. സ്റ്റെറിലൈസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഈ പറയുന്ന എക്യുപ്മെന്റ്സുകള് മറ്റ് ഇൻസ്ട്രുമെന്റ്സുകള് ഇതെല്ലാം തന്നെ അണുവിമുക്തമാക്കി സൂക്ഷിക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. CSST എന്നാണ് പറയാ. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. പിന്നെ ഏതൊക്കെയാന്ന് നോക്കി. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്, കിച്ചൺ, ലോണ്ടറി, അതുപോലെ സെക്യൂരിറ്റി, മെയിന്റനൻസ്, മോർച്ചറി. ഓക്കെ, ഇതൊക്കെ ജനറൽ വിഭാഗത്തിൽ നമ്മൾ പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രം ഉണ്ടാവും. ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നിങ്ങൾ സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. അടുത്തത് മൂന്നാമത് നമ്മൾ പറഞ്ഞ സബ് ഡിവിഷൻ ഏതാണ്? ഡയഗ്നോസ്റ്റിക്സ് ആണ് അല്ലെ. ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? രോഗനിർണയം അല്ലെ. എങ്ങനെയൊക്കെയാണ് നമ്മൾ രോഗം നിർണ്ണയിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസിസ് ഒക്കെ നടത്തുന്നത്? ലാബ് ടെസ്റ്റുകളിലൂടെ നമ്മൾ ഡയഗ്നോസിസ് നടത്തും. റേഡിയോളജി ടെസ്റ്റ് അല്ലെ, നമ്മൾ എക്സ്റേ എടുത്ത് സ്കാനിങ് എടുത്ത് അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രോഗം ഡയഗ്നോസ് ചെയ്യാൻ പറ്റും അല്ലെ. അതുകൊണ്ട് ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ ആരൊക്കെയാണ് വരുന്നത് നോക്കിയേ. ഒന്ന് ലബോറട്ടറി അല്ലെ. അറിയാൻ ഒരു 70% അസുഖങ്ങൾ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ലാബ് ടെസ്റ്റുകളിലൂടെയും അതുപോലെ റേഡിയോളജി ടെസ്റ്റുകളിലൂടെയൊക്കെയാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതിനകത്ത് വരുന്നത് ആരൊക്കെയാണ്? ഒന്ന് ലബോറട്ടറി, രണ്ടാമത് എന്താണ്? റേഡിയോളജി. ഓക്കെ, ഡയഗ്നോസ്റ്റിക്സ് എന്ന പേര് നിങ്ങൾ കേൾക്കുമ്പോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്തൊക്കെയാണ്? ലാബും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകളാണ്. ഓക്കെ, ലബോറട്ടറി ആൻഡ് റേഡിയോളജി. ഓക്കെ, നാലാമത്തെ സബ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫോർമേറ്റീവ് ആണ്. ഇൻഫോർമേറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഫർമേഷൻസ് തരുന്ന എന്തും നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം. പ്രധാനമായിട്ട് എന്തൊക്കെ വരും? മെഡിക്കൽ റിസോഴ്സസ് അല്ലെ. ഒത്തിരി മെഡിക്കൽ റിസോഴ്സ് ബുക്സ് ആയിട്ടും ജേർണൽസ് ആയിട്ടും അല്ലെ എല്ലാം ഉണ്ട് അല്ലെ. ഈ പറയുന്ന മെഡിക്കൽ റിസോഴ്സസ്. പിന്നെ IT അല്ലെ, ഇൻഫർമേഷൻ ടെക്നോളജി ഇന്നത്തെ ഏറ്റവും നല്ല ഒരു ഇൻഫർമേറ്റീവ് സോഴ്സ് ആണ് അല്ലെ. IT അല്ലെ, ഇൻഫർമേഷൻ ടെക്നോളജി. ഓക്കെ, അപ്പൊ ഐഡിയ കിട്ടിയല്ലോ. ഇപ്പൊ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനകത്ത് നമ്മൾ 4 സബ് ഡിവിഷൻസ് ആണ് പറഞ്ഞത്. തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേറ്റീവ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് മൂന്നാമതൊരു മെയിൻ ഡിവിഷൻ പറഞ്ഞു. ഏതാണ് ആ മൂന്നാമത്തെ മെയിൻ ഡിവിഷൻ? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്? നമ്മൾ പഠിക്കുന്ന കോഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിനെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നമ്മൾ 3ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഏതൊക്കെയാണ് ആ 3 സബ് ഡിവിഷൻ നോക്കിയേ. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗമാണ്. 2 ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. തേർഡ് വൺ എന്താണ്? ഹ്യൂമൻ റിസോഴ്സസ്, HR. ഓക്കെ, HR ഡിപ്പാർട്ട്മെന്റ്. അതാണ് ഹ്യൂമൻ റിസോഴ്സസ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതൊരു ഐഡിയ ഉണ്ടാക്കി എടുക്കാണ് കേട്ടോ. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ഓർത്തു വെക്കാം, ഒരു ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ നമ്മൾ പ്രധാനമായിട്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇതൊക്കെയാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്.
മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ തന്നെ നമ്മൾ അഗെയിൻ സബ് ഡിവൈഡഡ് ഇൻടു ടു. ഏതൊക്കെയാണ്? ഒന്ന് OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, രണ്ടാമത്തത് IPD ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ദെൻ നമ്മൾ രണ്ടാമത്തെ മെയിൻ ഡിവിഷൻ പറഞ്ഞത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനെ നമ്മൾ സബ് ഡിവൈഡഡ് ഇൻടു 4 അല്ലെ. ഇതൊക്കെയാണ് തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേറ്റീവ്. അതിൽ ഓരോന്നിന്റെ കീഴിൽ വരുന്നത് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി. ദെൻ തേർഡ് മെയിൻ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനെ നമ്മൾ സബ് ഡിവൈഡഡ് ഇൻടു 3 മൂന്നായിട്ടാണ് നമ്മൾ സബ് ഡിവൈഡ് ചെയ്തത്. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ്, ദെൻ ഫിനാൻസ്, ലാസ്റ്റ് വൺ എന്താണ്? ഹ്യൂമൻ റിസോഴ്സസ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. ഈ ചാപ്റ്റർ ഇത്തിരി വലുതാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസുകളൊക്കെ വരുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ വളരെ നന്നായിട്ട് തന്നെ അത് മനസ്സിലാക്കി പോവാം. അപ്പൊ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോഴേക്കും നമുക്കൊരു ഐഡിയ കിട്ടും. ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെയൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റുകൾ, എന്തൊക്കെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ ഹാൻഡിൽ ചെയ്യുന്നത്, എന്തൊക്കെ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അങ്ങനെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് എളുപ്പമുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ആദ്യത്തെ മെയിൻ ഡിവിഷനിൽ നമ്മൾ തുടങ്ങാം അല്ലെ. അപ്പൊ നോക്കുക കേട്ടോ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ മെയിൻ ഡിവിഷൻ ഏതാണ്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അപ്പൊ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ട് നമുക്ക് ആദ്യം പഠിക്കാം. ഓക്കെ, അപ്പോ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ പ്രധാനമായിട്ട് നമ്മൾ രണ്ടായിട്ടല്ലേ ഡിവൈഡ് ചെയ്തത്. ഏതൊക്കെയായിരുന്നു? ഒന്ന് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും, രണ്ട് ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താണ് ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട്? ഹോസ്പിറ്റൽ യൂണിറ്റ് അല്ലെ. ദാറ്റ് പ്രൊവൈഡ്സ് എന്താണ് കൊടുക്കുന്നത്? കണ്ടിന്യൂസ് മെഡിക്കൽ കെയർ അല്ലെ. മെഡിക്കൽ കെയർ ആൻഡ് അക്കോമഡേഷൻ to the patients who require the ongoing treatment, caring and recovery അല്ലെ. ഏറ്റവും കൂടുതൽ അതായത് ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പരിചരണം അല്ലെങ്കിൽ അക്കോമഡേഷൻ ഒക്കെ ആവശ്യമുള്ള രോഗികൾക്ക് അവർക്ക് വേണ്ട പരിചരണങ്ങള്, അവരുടെ ഒബ്സർവേഷൻസ്, റിക്കവറികള് അല്ലെ, ഇതെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അതായത് അവർക്ക് എന്ത് വേണം? ഓൺഗോയിങ് ട്രീറ്റ്മെന്റ് വേണം അല്ലെ. തുടർച്ചയായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് വേണം. പരിചരണങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള രോഗികൾക്ക് 24 hour മെഡിക്കൽ കെയറും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. ദാറ്റ് ഈസ് കോൾഡ് ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, എനിക്കറിയാവുന്നതാണ്, ഇതിനും പറയാണ് കേട്ടോ. എന്താണ് ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം കേട്ടോ. ഇറ്റ് ഈസ് എ ഹോസ്പിറ്റൽ യൂണിറ്റ് that provides the 24 hour medical care and accommodation to the patients who require the continuous എന്താണ്? ഒബ്സർവേഷൻ, കെയർ ആൻഡ് റിക്കവറി. ഓക്കെ, അങ്ങനെ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന് 24 മണിക്കൂറും മെഡിക്കൽ കെയറും പ്ലസ് അക്കോമഡേഷനും കൂടെ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആ ടേബിൾ ഒന്ന് നോക്കിയാൽ നിങ്ങള് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് നോക്കാം. ഇൻ പേഷ്യന്റ് സർവീസസ്, ഔട്ട് പേഷ്യന്റ് സർവീസസ്. ഇൻ പേഷ്യന്റ് സർവീസസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന എന്താണ്? അനീഷ ഡെഫിനിഷൻ വേണോ? എഴുതിക്കോളൂ. എ ഹോസ്പിറ്റൽ യൂണിറ്റ് that provides 24 hour medical care and accommodation to the patients who require ongoing treatment. Ongoing treatment എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് എന്നാണ് കേട്ടോ. ongoing treatment, observation and recovery. Okay, a hospital unit that provides 24 hour medical care and accommodation to the patient who require ongoing treatment, care and recovery. Okay, clear ആണല്ലോ? അതൊന്നും ചോദിക്കൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ, അതിന് പുറത്തോട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. അപ്പോ ഈ പറയുന്ന ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അവര് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ.
അവരെന്ന് പറയുന്നത് എന്താണ് 24 മണിക്കൂറും കെയറിംഗ് കൊടുക്കണം, പ്ലസ് അക്കോമഡേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ സർവീസുകളായിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക? നോക്കിയേ, എന്തൊക്കെയായിരിക്കും? പേഷ്യന്റ് റൂംസ് അല്ലെ, പേഷ്യന്റിന് റൂംസുകൾ കൊടുക്കണം അല്ല, അവർക്ക് അക്കോമഡേഷൻ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ അതിന് വേണ്ടി എന്ത് വേണം? പേഷ്യന്റ് റൂംസ് വേണം അല്ലെ. പിന്നെ എന്തൊക്കെ വേണം? പേഷ്യന്റ് വാർഡ്സ് അല്ലെ. ചില ആളുകൾ പ്രൈവസി ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ റൂം ആയിരിക്കും എടുക്കുക അല്ലെ, അല്ലാത്ത ആളുകളാണെങ്കിൽ വാർഡുകളായിരിക്കും ഉപയോഗിക്കുക അല്ലെ. അപ്പൊ പേഷ്യന്റ് റൂംസ്, പേഷ്യന്റ് വാർഡ്സ്, പിന്നെന്താണ്? ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ, ICU അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, തീവ്രപരിചരണ വിഭാഗം. അവരുടെ പ്രത്യേകത എന്താ? 24 ഹവറും എന്ത് കൊടുക്കുന്നുണ്ട്? മെഡിക്കൽ കെയർ കൊടുക്കുന്ന ഒരു യൂണിറ്റ് ആണ് അല്ലെ. സോ എന്താണ്? ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് അല്ലെ, ഓപ്പറേഷൻ തിയേറ്റർ അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്. പിന്നെന്താണ്? ലേബർ റൂംസ്, ലേബർ റൂംസ്. പിന്നെന്താണ്? മെറ്റേണിറ്റി വാർഡ് അല്ലെ, പ്രസവമൊക്കെ കഴിഞ്ഞ അമ്മയ്ക്കും കുഞ്ഞിനൊക്കെ പരിചരണം കൊടുക്കാനും അവരെ കെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെറ്റേണിറ്റി വാർഡുകൾ. ഇതൊക്കെ എന്തിനകത്ത് വരുന്നതാണ്? ഇൻപേഷ്യന്റ് സർവീസസിനകത്ത് വരുന്നതാണ്. എന്ന് പറഞ്ഞാല് 24 ഹവർ മെഡിക്കൽ കെയറും പരിചരണങ്ങളൊക്കെ കൊടുക്കുന്ന, അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ചില ഫെസിലിറ്റികളാണ് അല്ലെ. ഇതൊക്കെയാണ് പേഷ്യന്റ് റൂംസ്, പേഷ്യന്റ് വാർഡ്സ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ലേബർ റൂംസ്, മെറ്റേണിറ്റി വാർഡ്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ് എക്സെട്ര. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തത് നമ്മൾ പറഞ്ഞത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഒരുപാട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഓരോന്നായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കുറെ ഡിപ്പാർട്ട്മെന്റുകളാണ്. നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് അറിയാവുന്നതൊക്കെ ഉണ്ട്. പറയാവുന്നവരൊക്കെ കമന്റ് ചെയ്തോളൂ കേട്ടോ. ആദ്യത്തെ എന്താന്ന് നോക്കിയേ, കാഷ്വാലിറ്റി അല്ലെ. കാഷ്വാലിറ്റി എന്താണ്? കാഷ്വാലിറ്റി ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയൂ അല്ലെ. അത്യാഹിത വിഭാഗം. നമ്മൾ പെട്ടെന്ന് എമർജൻസി കേസിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എവിടേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്? കാഷ്വാലിറ്റിയിലേക്ക് അല്ലെ, അത്യാഹിത വിഭാഗം അല്ലെ. പിന്നെ അടുത്തത് എന്താണ്? കാർഡിയോളജി. എന്തുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ്? നിങ്ങൾക്കറിയാം, കാർഡിയോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ്? എനിവൻ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഹാർട്ട് അല്ലെ. ഓക്കെ, ആദ്യം ഞാൻ വൃത്തിയൊക്കെ പറഞ്ഞു. ഹാർട്ടാണ് അല്ലെ, കാർഡിയോളജി. ഓക്കെ 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 ഓക്കെ, ഹാർട്ടാണ് അല്ലെ. ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി. അടുത്തത് എന്താണ് നോക്കിയേ? ഡെർമറ്റോളജി. ഡെർമറ്റോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സ്കിന്നുമായിട്ട് അല്ലെ. സ്കിന്ന് മാത്രമല്ല കേട്ടോ, സ്കിന്നുണ്ട്, ഹെയർ ഉണ്ട്, നെയിലും ഉണ്ട് കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ത്? ENT അല്ലെ, ENT ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഇയർ, നോസ് ആൻഡ് ത്രോട്ട്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ജെറിയാട്രിക്സ്. ജെറിയാട്രിക്സ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറയാമോ? ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ, എന്തായിരിക്കും ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്? ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ ഫാത്തിമ. ഓൾഡ് ഏജ് അല്ലെ. അതെ, പ്രായാധിക്യം മൂലം അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായിട്ടുള്ള, പ്രായം ചെന്ന ആളുകൾക്ക് അല്ലെ, വയസ്സായ ആളുകൾക്ക് ഈ പറയുന്ന വാർദ്ധക്യ സഹജമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താ നോക്കിയേ? ഗാസ്ട്രോ എൻറ്ററോളജി. ഗാസ്ട്രോ എൻറ്ററോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? ആ പേര് കേൾക്കുമ്പോ ഓക്കെ, കറക്റ്റ് ആണ്, സ്റ്റൊമക്ക്. ഓക്കെ, കറക്റ്റ് ആണ്, സ്റ്റൊമക്കും എൻറ്ററോ. എൻറ്ററോ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ എവിടേക്ക് കണക്ട് ചെയ്യുന്നത്? നമ്മള് അബ്ഡോമൻ അല്ലെ, നമ്മുടെ കുടല്, വയറ് അല്ലെ, വയറ് സംബന്ധമായിട്ടുള്ള സ്റ്റൊമക്കും, നമ്മുടെ സ്റ്റൊമക് മീൻസ് നമ്മുടെ ഈ പറയുന്ന ആമാശയം അല്ലെങ്കിൽ അബ്ഡോമിനൽ റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ലെ, വയറും അല്ലെ, ഉദര സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകള്, ഇത് എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? ഗാസ്ട്രോ എൻറ്ററോളജി അല്ലെ. സ്റ്റൊമക് ആൻഡ് അബ്ഡോമിനൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഗാസ്ട്രോ എൻറ്ററോളജി. ഓക്കെ, എൻറ്ററോ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കണം, അത് അബ്ഡോമിനൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകളാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ജനറൽ സർജറി. എല്ലാവർക്കും അറിയാലോ, ശസ്ത്രക്രിയാ വിഭാഗം. അടുത്തത് നോക്കിയേ, ഹെമറ്റോളജി. ഹെമറ്റോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അറിയോ? ഹെമറ്റോളജി ഓക്കെ, കറക്റ്റ് ആണ്, ബ്ലഡ് ആണ് കേട്ടോ. അതായത് സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ് കേട്ടോ. ബ്ലഡും ബ്ലഡ് ഡിസോർഡേഴ്സിനെ പറ്റി. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ ഫാത്തിമ. ഓക്കെ, കറക്റ്റ് ആണ്.
സാധ്യതയും പറഞ്ഞു. ഓക്കെ, അതായത് നമ്മള് എന്താണ് ബ്ലഡ് അല്ലെ, ബ്ലഡും ബ്ലഡ് ഡിസോർഡേഴ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് ഹെമറ്റോളജി. നെക്സ്റ്റ് വരുന്നതാണ് ഒബ്സ്ട്രക്റ്റിസ് അല്ലെ. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്ട്രക്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ? എന്തുമായിട്ട്? ഓക്കെ, പ്രഗ്നൻസി. അതായത് പലർക്കും ഒരു കൺഫ്യൂഷൻ ആണ്, ഇതും ഈ ഗൈനക്കോളജിയും ഒരുപോലെയാണോ എന്നൊരു സംശയം. ചെറിയൊരു വ്യത്യാസമുണ്ട്, രണ്ടും റിലേറ്റഡ് ആണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ കൂടുതലും ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറയുമ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ പരിചരണം കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ദാറ്റ് മീൻസ് പ്രഗ്നൻസിയും ഡെലിവറിയും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതെവിടെയും വരുന്നുണ്ട്? ഗൈനക്കോളജിക്കകത്തും വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ എന്താണ് ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറയുമ്പോൾ അവിടെ അമ്മയ്ക്ക് മാത്രമല്ല പരിചരണം കൊടുക്കുന്നത്, അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ പരിചരണം കൊടുക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് നമ്മൾ ഒബ്സ്ട്രക്റ്റിസിനെ കണക്കാക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? പീഡിയാട്രിക്സ്. എല്ലാവർക്കും അറിയാം, പീഡിയാട്രിക്സ് എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ചൈൽഡ് അല്ലെ, അതെ, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട, ചിൽഡ്രൻ അല്ലെ, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ് പീഡിയാട്രിക്സ് എന്ന് പറയുന്നത്. അടുത്തത് എന്താ നോക്കി? ന്യൂറോളജി. ന്യൂറോളജി ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ന്യൂറോളജി ബ്രെയിൻ, നെർവ്സ്. ഓക്കെ, കറക്റ്റ് ആണ്. നെർവുമായിട്ട് ബന്ധപ്പെട്ടത്, ന്യൂറോൺസുമായിട്ട് അല്ലെ, നമ്മുടെ അതെ, അതിനകത്ത് എന്ത് വരുന്നുണ്ട്? ബ്രെയിനും വരുന്നുണ്ട് അല്ലെ. നമ്മുടെ നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഭാഗമാണ് ന്യൂറോളജി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ഓങ്കോളജി. ഓങ്കോളജി ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓങ്കോളജി ക്യാൻസർ. അതെ, കറക്റ്റ് ആണ് കേട്ടോ. അതിനെ ആശ്രയിച്ച് കറക്റ്റ് ആണ് കേട്ടോ. 5. ഓക്കെ, സൗമ്യ സജിത്ത്. ഓക്കെ, ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ് ഓങ്കോളജി എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ഒഫ്താൽമോളജി. എന്താണ് ഒഫ്താൽമോളജി? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കണ്ണ് അല്ലെ, കണ്ണുമായിട്ട്, ഐസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒഫ്താൽമോളജി. ഇനി നമ്മൾ ഇവിടെ പറയുന്നത് കൂടാതെ വേറെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് വേറെ ഉണ്ട് അല്ലെ. ഇവിടെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, നമ്മുടെ ചാപ്റ്ററിനകത്ത് വീണ്ടും വരുന്നുണ്ട്. പൾമണോളജി ഡിപ്പാർട്ട്മെന്റ് പഠിക്കാനുണ്ട്. പൾമണോളജി, പൾമണോളജി എന്നൊക്കെ പറയുമ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. ലങ്സ് അല്ലെ, അതെ, ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ് അല്ലെ പൾമണോളജി. അതുപോലെ തന്നെ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ്, നെഫ്രോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? നെഫ്രോളജി എന്തുമായിട്ടായിരിക്കും? നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ. അതെ, കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ് നെഫ്രോളജി എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഞാൻ വെറുതെ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. അറിയുന്നവരുണ്ട്, അറിയാത്തവരും ഉണ്ടായിരിക്കാം കേട്ടോ. അപ്പൊ അറിയാത്തവരൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. പഠിക്കുമ്പോഴൊക്കെ അത് അന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇത്രയും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഒരു 24ഓളം ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. 24 ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമില്ല, വളരെ എന്താ പറയാ, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മള് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇൻ പേഷ്യന്റ് സർവീസസും ഔട്ട് പേഷ്യന്റ് സർവീസസും നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഓരോ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇത്രയും വരെയുള്ള ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നില്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നോക്കാം കേട്ടോ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ടാണ്. അത് പറയാനൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളൊക്കെ ഡോക്ടറെ കാണാറുണ്ട്, പോകുന്നത് തന്നെ അല്ലെ. അത് തന്നെയാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. നോക്കാം. ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് people come to the hospital only for a consultation and not admission. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ടെക്സ്റ്റ് ഉള്ളവർ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അങ്ങനെയൊക്കെ ആവാം ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. അതായത് എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ആളുകൾ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അഡ്മിഷന് വേണ്ടി വരുന്നതാണോ? അല്ല, ഓൺലി ഫോർ ദ കൺസൾട്ടേഷൻ. ജസ്റ്റ് ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യാൻ മാത്രം വേണ്ടിയാണ് ആര് വരുന്നത്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് പേഷ്യൻസ് വരുന്നത് അല്ലെ. Okay, the patients seek medical advice from a medication for them to take for a certain period of time. Okay, the patients are then asked to come back for a follow-up. Patients' treatment within the boundaries of the hospital lasts only a day. Outpatient department runs for a specific time during the day. Consultation doctors are usually appointed to handle OPD. Okay,
വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കറിയാം ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് പേഷ്യൻസ് വരുന്നത് ഓൺലി ഫോർ കൺസൾട്ടേഷന് വേണ്ടി മാത്രമാണ് അല്ലെ. ഡോക്ടർ വരിക, കാണുക, മരുന്ന് മേടിച്ച് തിരിച്ച് വീട്ടിൽ പോവുക അല്ലെ. അല്ലാണ്ട് എന്തിനു വേണ്ടിയിട്ടല്ല, അഡ്മിഷന് വേണ്ടിയിട്ടല്ല വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന പേഷ്യൻസിന് ഡോക്ടേഴ്സ് എന്ത് പ്രൊവൈഡ് ചെയ്യും? ഡോക്ടേഴ്സ് പ്രൊവൈഡ് റെക്കമെൻഡഡ് കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ഇൻക്ലൂഡിംഗ് മെഡിസിൻസ് അല്ലെ. മെഡിസിൻസ് ഉൾപ്പെടെ അവർക്ക് ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ആര് പ്രൊവൈഡ് ചെയ്യും? ഡോക്ടർ പ്രൊവൈഡ് ചെയ്യും അല്ലെ. ഞാൻ അവിടെ പറയുന്നത് കേട്ടോ, അത് പേഷ്യന്റ് സീക്ക് ദ മെഡിക്കൽ അഡ്വൈസ് ഫ്രം മെഡിക്കേഷൻ ഫോർ ദം ടു ടേക്ക് ഫോർ എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം. നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, നമുക്കിപ്പോ ഒരു ചുമയോ പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണാൻ പോകും അല്ലെ. ഡോക്ടർ അവിടെ ചെന്ന് പരിശോധിച്ച് നമുക്ക് ചിലപ്പോൾ ഒരു 3-4 ദിവസത്തേക്ക് മരുന്ന് എഴുതി തരും അല്ലെ. അപ്പൊ നമ്മളോട് എന്ത് പറയും? ഇത് കഴിച്ചോളാൻ പറയും. എന്തെങ്കിലും കുറഞ്ഞില്ലെങ്കിൽ ഒന്നുകൂടെ വന്ന് കാണാനൊക്കെ പറയും അല്ലെ. അത് തന്നെയാണ് അവിടെ എന്താണ്? ഡോക്ടർ പ്രൊവൈഡ്സ് എ റെക്കമെൻഡഡ് കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് അല്ലെ, ദാറ്റ് ഇൻക്ലൂഡിംഗ് ദ മെഡിസിൻസ്. മെഡിസിൻസ് ഉൾപ്പെടെ അവർക്കൊരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ആര് പ്രൊവൈഡ് ചെയ്യാണ്? ഡോക്ടേഴ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാണ്. പിന്നെ എന്താണ് ചെയ്യാം? Patients are then asked to come back for a follow-up അല്ലെ. അതിനുശേഷം പേഷ്യൻസിനോട് ഒരു ഫോളോ അപ്പിന് വേണ്ടി വരാൻ പറയും അല്ലെ. മരുന്നൊക്കെ കഴിച്ച് കുറഞ്ഞോ നമുക്ക് അറിയണ്ടേ, എന്താണ് അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് അവരോട് ഒരു ഫോളോ അപ്പിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ദ പേഷ്യൻസ് ട്രീറ്റ്മെന്റ് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് എ ഹോസ്പിറ്റൽ ലാസ്റ്റ് ഓൺലി എ ഡേ അല്ല. അവിടെ പേഷ്യന്റ് സ്പെൻഡ് ചെയ്തത് ഒരു പകൽ സമയം, ഈ പറയുന്ന പകൽ ഒരു നിശ്ചിത സമയം വരെ മാത്രമാണ് പേഷ്യൻസ് അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. അല്ലാണ്ട് ഫുൾ ടൈം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓൺലി എ ഡേ അല്ലെ. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പകൽ ഒരു സമയം വരെ മാത്രമാണ് പേഷ്യൻസ് അവിടെ പ്രവർത്തിക്കുന്നത് അല്ലെ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് റൺസ് ഫോർ എ സ്പെസിഫിക് ടൈം ഡ്യൂറിംഗ് ദ ഡേ. അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു നിശ്ചിത സമയം വരെ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഫുൾ ടൈം ഉണ്ടോ? 24 hours പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല, കുറച്ച് സമയം അല്ലെ. കുറച്ച് സമയം മാത്രമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആർ യൂഷ്വലി അപ്പോയിന്റഡ് ടു ഹാൻഡിൽ ദ OPD. കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആരാണ്? സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ആണ്. കാർഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ പൾമണോളജിസ്റ്റ്, നെഫ്രോളജിസ്റ്റ്, അങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തില് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അല്ലെ, അവരെയാണ് നമ്മൾ കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡോക്ടേഴ്സ് അവര് ഫുൾ ടൈം ഉണ്ടാവുമോ? ഇല്ല. അവരുടെ ടൈമിനനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു OPD ടൈം ഒക്കെ സെറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആണ് ഏത് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. വലിയ വലിയ കാര്യങ്ങളൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളോട് ചോദിക്കാം, ഒരു പേഷ്യന്റ് കൺസൾട്ടേഷന് വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? അത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ ഇങ്ങനെയുള്ള ഡോക്ടേഴ്സ് ആണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഈ പറയുന്ന കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആണ്. ഓക്കെ, ഇത്രയല്ലേ അവിടെ മനസ്സിലാക്കാനുള്ളൂ? അത്രേ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. നിങ്ങള് ടെക്സ്റ്റ് ഉള്ളത് ടെക്സ്റ്റിൽ നോക്കി, അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ട് സ്ക്രീനിൽ നോക്കി വായിച്ചു കേട്ടോ. സ്ക്രീനിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. വായിച്ചു നോക്കിയോ? ഓക്കെ എല്ലാവർക്കും? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് നമുക്ക് അറിയാം. ഇനി ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ആദ്യം പറഞ്ഞ ആളാരായിരുന്നു? കാഷ്വാലിറ്റി ആയിരുന്നു അല്ലെ. സോ നമുക്ക് കാഷ്വാലിറ്റി എന്താണെന്ന് കേട്ടോ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. നോക്കാം. കാഷ്വാലിറ്റി അഥവാ കാഷ്വാലിറ്റിനെ പറയുന്ന മറ്റൊരു പേരെന്താണ്? നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അഥവാ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നാണ് എന്തറിയപ്പെടുന്നത്? കാഷ്വാലിറ്റി അറിയപ്പെടുന്നത്. നമ്മൾ അത്യാഹിത വിഭാഗം എന്നൊക്കെ ഹോസ്പിറ്റലിൽ എഴുതി കണ്ടിട്ടില്ലേ? അതാണ് കേട്ടോ കാഷ്വാലിറ്റി. അഥവാ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ AND ഡിപ്പാർട്ട്മെന്റ്, A&E, അതായത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് ഇത് അറിയപ്പെടുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിയേ. The department also knows the accident and emergency department handles the problem of patients who have
brought by an ambulance in an emergency situation. അല്ലെ, എമർജൻസി അപ്പൊ ഏത് അങ്ങനെയാണല്ലേ എമർജൻസി സിറ്റുവേഷനിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് പരിചരണങ്ങൾ കൊടുക്കുന്ന അവരെ ഹാൻഡിൽ ചെയ്യുന്ന ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? കാഷ്വാലിറ്റി ആണ്. ഓക്കെ, ദിസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക്സ് അറൌണ്ട് ദ ക്ലോക്ക് and is equipped to deal with all kinds of emergencies. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? This department works around the clock. 24 hours പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം, which department that works around the clock in a hospital? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? കാഷ്വാലിറ്റി ആണ് അല്ലെ. കാര്യം ഏത് സമയത്ത് എപ്പോ വേണമെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരാം അല്ലെ. അതിന് ഇന്ന സമയം കാലമൊന്നുമില്ല അല്ലെ. എപ്പോ വേണമെങ്കിലും കേസുകൾ വരാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അത് 24 hours പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, പിന്നെ മാത്രമല്ല എല്ലാ തരത്തിലുള്ള എമർജൻസികളെയും കൈകാര്യം ചെയ്യാനായിട്ട് വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് കാഷ്വാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? The patients are assessed according to the degree of injury or emergency and then given immediate treatment before being sent to a specialized department for the further treatment. അപ്പോ നമ്മള് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലോട്ട് പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ എന്ത് ചെയ്യും? ആ പേഷ്യന്റിന്റെ ഡിഗ്രി ഓഫ് ഇഞ്ചുറി അല്ലെ, അവരുടെ ആ ഒരു എമർജൻസിയുടെ ആ വ്യാപ്തി അനുസരിച്ചിട്ടാണ് അവരെന്ത് ചെയ്യും? അവർ അസസ് ചെയ്യുകയും അവർക്ക് വേണ്ട ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കും അല്ലെ. അവർ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷമാണ് പിന്നീട് അവരൊരു സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിലോട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഒരു ചെസ്റ്റ് പെയിൻ ആയിട്ട് ഒരാൾ കൊണ്ടുവരികയാണ്, ഉടനടി നമ്മൾ കാർഡിയോളജിയിലേക്ക് തന്നെ അവരെ കൊണ്ടുപോകാം അല്ലെ. ചെസ്റ്റ് പെയിൻ ആയിട്ട് വരുന്ന ഒരാളാണെങ്കിൽ അയാൾ ആദ്യം നമ്മൾ കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുവരും അല്ലെ. കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുമ്പോ ആദ്യം എന്ത് ചെയ്യും? അവർക്ക് വേണ്ടി ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കും അല്ലെ. ആ ട്രീറ്റ്മെന്റ് കൊടുത്ത് അവരുടെ കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആക്കിയതിന് ശേഷമാണ് അവരൊരു പക്ഷെ പക്ഷേ അല്ല, അതിനുശേഷമാണ് അവരെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഓരോരുത്തരുടെയും ആ ഒരു എമർജൻസി എന്താണോ അതിനനുസരിച്ച് കൊണ്ടൊരു പ്രൈമറി ട്രീറ്റ്മെന്റ് കൊടുത്ത് ഒരു ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുത്ത് ആ ഒരു പേഷ്യന്റിനെ സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് അവരെ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിലോട്ട് നമ്മൾ അയക്കുന്നത്. ക്ലിയർ ആയല്ലോ? വായിച്ചു നോക്കി. The department also knows the accident and emergency department handles the problem of patients who have brought by an ambulance in an emergency situation. This department works around the clock. അതൊരു ചോദ്യമാണ് കേട്ടോ. Around the clock 24 hours പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. And is equipped to deal with all kinds of emergencies. The patients are assessed according to degree of injury or emergency and then given immediate treatment before being sent to a specialized department for the further treatment. Okay, clear ആണോ? Okay ആണോ? നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു കാർഡിയോളജി എന്ന് പറയുമ്പോൾ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ് അല്ലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, the department as the same indicates deals with the problems of the human heart or circulation. നിങ്ങളോട് ചോദിക്കാം, which department is responsible for dealing the problems of human heart or circulation? അല്ലെ, ഈ പറയുന്ന മനുഷ്യ ഹൃദയം സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങള് കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? കാർഡിയോളജിയാണ് അല്ലെ. നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം നമുക്കറിയാം, നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുമ്പോൾ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട് അല്ലെ. സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, എക്സ്ക്രിറ്ററി സിസ്റ്റം ഉണ്ട്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട് അല്ലെ, ഒരുപാടുണ്ട്. നെർവസ് സിസ്റ്റം ഉണ്ട് അല്ലെ, ഇങ്ങനെ ഒത്തിരി അല്ലെ. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഒരുപാട് സിസ്റ്റംസ് ഉണ്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിക്കകത്ത് അല്ലെ. അപ്പൊ അതിനകത്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം അല്ലെ. നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ ആരൊക്കെയാണ്? ഒന്ന് ഹാർട്ട്, ബ്ലഡ് വെസൽസ് അല്ലെ. ഇത്രയും അടങ്ങുന്നതാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെ. ഹൃദയമുണ്ട്, രക്തക്കൊഴലുകൾ അല്ലെ. ഇത് മൂന്നും അടങ്ങുന്നതാണ് എന്ത്? നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം. അവിടുത്തെ പമ്പിങ് ഓർഗൻ ആണ് ആര്? നമ്മുടെ ഹാർട്ട് അല്ലെ. അപ്പൊ ഈ പറയുന്ന ഹാർട്ടും സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെ നമുക്ക് എന്ത് വിളിക്കാം? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഇനി എന്താണ് കാർഡിയോളജി എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ട് ഒരു ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ടെക്സ്റ്റ് ഉള്ളവർ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. കാർഡിയോളജി ഈസ് ദ മെഡിക്കൽ സ്പെഷ്യാലിറ്റി that deals with the
the diagnosis and treatment of diseases and disorders of the heart. Okay, നമ്മൾ പറഞ്ഞതാണ് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസ് ആൻഡ് ഡിസോർഡേഴ്സ് എല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഇസ് കോൾഡ് കാർഡിയോളജി. ഓക്കെ, പിന്നെന്താണ്, ഇറ്റ് ട്രീറ്റ്സ് പീപ്പിൾ both on an inpatient and outpatient basis. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അത് ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തിലും ഔട്ട്പേഷ്യന്റ് അടിസ്ഥാനത്തിലും എന്ത് കൊടുക്കുന്നുണ്ട്, രോഗികൾക്ക് പരിചരണം കൊടുക്കുന്നുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, ഇപ്പോ ഔട്ട്പേഷ്യന്റ് അടിസ്ഥാനത്തിൽ ഇപ്പൊ വലിയ സിവിയർ അല്ലാത്ത കേസുകളാണെങ്കിൽ അവർക്ക് ഡോക്ടർ വന്ന് ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വന്ന് കാർഡിയോളജിസ്റ്റിനെ കണ്ട് മരുന്നെടുത്ത് അങ്ങനെ പോകാം. ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് സർവീസുകൾ കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല, വളരെ സിവിയർ ആയിട്ടുള്ള കേസുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്ത് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെ, അല്ലെങ്കിൽ പരിചരണം കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് ഇൻപേഷ്യന്റ് സർവീസ് ആണ്. അപ്പൊ രണ്ട് രീതിയിലുമുള്ള സേവനങ്ങളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻപേഷ്യന്റ് സേവനങ്ങളും കൊടുക്കുന്നുണ്ട്, ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിലുള്ള സേവനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കിയേ, ദ ബിഗ്ഗസ്റ്റ് ഏരിയ ഓഫ് ഹാർട്ട് ഡിസീസ് ട്രീറ്റഡ് ഈസ് കൊറോണറി ആർട്ടറി ഡിസീസ്. അതൊന്നും അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. അതായത് നമ്മുടെ ഹാർട്ട് ഡിസീസിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബിഗ്ഗസ്റ്റ് ഏരിയ ഓഫ് ഹാർട്ട് ഡിസീസ് ട്രീറ്റഡ്, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഹാർട്ട് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് എന്താണ്, കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്. കാഡ് എന്നാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കുക കേട്ടോ. കാഡ്, CAD, കാഡ് കേട്ടോ. കാഡിന്റെ ഫുൾ ഫോം ആണ് ഈ പറഞ്ഞത്, കൊറോണറി ആർട്ടറി ഡിസീസ് കേട്ടോ. എന്താണ് കാഡ് എന്നോ അതൊന്നും നിങ്ങളോട് ചോദിക്കൊന്നുമില്ല, എങ്കിലും അവിടെ പറഞ്ഞു പോയത് കൊണ്ട് ജസ്റ്റ് ഞാനൊരു ഐഡിയ തരാം. എന്താണ് കൊറോണറി ആർട്ടറി ഡിസീസ് അഥവാ കാഡ് എന്നാണ് നമ്മൾ സൂചിപ്പിക്കുക കേട്ടോ. കാഡ്, CAD, കാഡ്. കൊറോണറി ആർട്ടറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, നമ്മുടെ ഹാർട്ടിലോട്ട് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ വഹിക്കുന്ന ആർട്ടറീസ് ആണ് കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഹൃദയത്തിലേക്ക് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ വഹിക്കുന്ന ധമനി എന്നൊക്കെ നമ്മൾ പറയും, ആർട്ടറീസ് കേട്ടോ. അതിനെയാണ് നമ്മൾ കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് കൊറോണറി ആർട്ടറി ഉണ്ട് കേട്ടോ. റൈറ്റ് കൊറോണറി ആർട്ടറി ഉണ്ട്, ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ഉണ്ട്. അവിടെ കിടക്കട്ടെ. പിന്നെ ഇനി എന്താണ് നമ്മൾ പറഞ്ഞു, ഹാർട്ടിലോട്ട് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ വഹിക്കുന്ന ആർട്ടറീസ് ആണ്. അപ്പോ ഈ പറയുന്ന ബ്ലഡ് ഈ ഒരു ആർട്ടറിയിലൂടെ ഹാർട്ടിലോട്ട് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തുണ്ടാവും, നമ്മുടെ ഈ ബ്ലഡിനകത്ത് കൊഴുപ്പുണ്ട് അല്ലെ, ഫാറ്റ് വരുന്നത് നമ്മുടെ ഭക്ഷണത്തിലൂടെ അല്ലാണ്ടൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഫാറ്റ് ഉണ്ട് അല്ലെ. ഈ ഫാറ്റ് പ്രത്യേകിച്ച് പറയുന്നത് ബാഡ് കൊളസ്ട്രോള്, ഗുഡ് കൊളസ്ട്രോൾ അല്ല, ബാഡ് കൊളസ്ട്രോള്, LDL എന്ന് പറയും കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു കൊളസ്ട്രോൾ, ഈ ഫാറ്റ് ഈ ഒരു ബ്ലഡിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇത് സംഭവിക്കുന്നറിയോ, ഈ ഒരു കൊഴുപ്പ് ആ ഒരു ആർട്ടറീസിൽ ഇങ്ങനെ അടിഞ്ഞുകൂടും. ഓക്കെ, അടിഞ്ഞുകൂടി അവിടെ ഇങ്ങനെ ഒരു അടിഞ്ഞുകൂടാനായിട്ട് തുടങ്ങും. ആ ഒരു അവസ്ഥയിൽ നമ്മൾ പറയാ അതിറോസ്ക്ലിറോസിസ് എന്നാണ് പറയാ. എന്താണ് പറയാ, അതിറോസ്ക്ലിറോസിസ്. അതൊന്നും ചോദിക്കില്ല കേട്ടോ, അവരത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ പേര് അവിടെ പറഞ്ഞു പോയതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു മാത്രം കേട്ടോ. അപ്പോ അവിടെ അടിഞ്ഞുകൂടും. ഇങ്ങനെ ഇതിങ്ങനെ അടിഞ്ഞുകൂടി അവിടെ ഒരു പ്ലേക്ക് പോലെ ഫോം ചെയ്യാണ്. ഫാറ്റ് ഇങ്ങനെ അടിഞ്ഞുകൂടി ഒരു പ്ലേക്ക് പോലെ ഫോം ചെയ്യുമ്പോ പിന്നെ അവിടെ എന്ത് സംഭവിച്ചു, ബ്ലോക്ക് ആയി അല്ലെ, ബ്ലഡിന് പാസ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇതിങ്ങനെ അടിഞ്ഞുകൂടി അവിടെ സ്റ്റിക്ക് ചെയ്ത് പ്ലേക്ക് പോലെ ഫോം ചെയ്ത് അവസാനം അത് റപ്ചർ ആവാനായിട്ട് തുടങ്ങും. അതൊരു ആർട്ടറി പൊട്ടാനുള്ളൊരു സിറ്റുവേഷൻ, റപ്ചർ ആവുന്ന ഒരു സിറ്റുവേഷൻ വരും. അതിനെയാണ് നമ്മൾ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാല് ആ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ലേ, അതേ സെയിം കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് എന്തുണ്ടാകുന്നത്, കൊറോണറി ആർട്ടറി ഡിസീസും ഉണ്ടാകുന്നത്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്ന സെയിം കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. ഹാർട്ടിലോട്ട് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ വഹിക്കുന്ന ആർട്ടറിയില് ഈ പറയുന്ന കൊഴുപ്പ് അടിഞ്ഞുകൂടി അവിടെ അതൊരു പ്ലേക്ക് ആയി ഫോം ചെയ്ത് അത് റപ്ചർ ആകാനായിട്ട് തുടങ്ങുകയാണ്. അവിടെ ഒരു ബ്ലോക്ക് പോലെ ഫോം ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണ് കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോ ആ ഒരു ഏരിയയാണ് ഏറ്റവും കൂടുതൽ, ആ ഒരു ഏരിയയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ കൊറോണറി ആർട്ടറി ഡിസീസിന് ഒരു എക്സാമ്പിൾ ആണ് എന്ത്, ആൻജിന എന്ന് പറയുന്നത്. ആൻജിന പെക്ടോറിസ് എന്നാണ് പറയാ. ആൻജിന എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ആൻജിന എന്ന് പറഞ്ഞാല്, ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ കാഡ്. കാഡിന്റെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ.
അത് തന്നെ ഫാത്തിമ, കറക്റ്റ് ആണ്. ചെസ്റ്റ് പെയിൻ ഇപ്പൊ എന്ത് സംഭവിക്കാണ്, ഈ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് അവിടെ ബ്ലോക്ക് വരികയാണ് അല്ലെ. ബ്ലോക്ക് വരുമ്പോ ഈ ഓക്സിജനേറ്റഡ് ബ്ലഡിന് ഹാർട്ടിലോട്ട് എത്താൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കും, നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ചെസ്റ്റില് ഭയങ്കര ഒരു വളരെ സിവിയർ ആയിട്ടുള്ള ഒരു പെയിൻ നമുക്ക് അനുഭവപ്പെടും. ഓക്കെ, അതിനെയാണ് നമ്മള് ആൻജിന പെക്ടോറിസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചെസ്റ്റ് പെയിൻ വരുമ്പോ വേഗം ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. ബ്ലോക്ക് വരികയാണ്, ബ്ലോക്ക് വന്ന് ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോവുകയാണ് അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആ ഒരു നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കടുത്ത ഒരു ചെസ്റ്റ് പെയിൻ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് കോൾഡ് ആൻജിന പെക്ടോറിസ് എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ അത്രയൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതിനൊരു എക്സാമ്പിൾ ആണ് കേട്ടോ, അതിന്റെ എക്സാമ്പിൾ ആണ്. ഇനി എന്താണ് പറയുന്നത്, പിന്നെ മറ്റൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. അതൊരു എന്താണ് അസുഖമല്ല, അതൊരു പ്രൊസീജിയർ ആണ് അല്ലെ. ബൈപ്പാസ് സർജറി നിങ്ങൾ കേട്ടിട്ടില്ലേ, അത് തന്നെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. അതൊക്കെ ക്യാപ്ജ് എന്നാണ് നമ്മൾ പറയുക കേട്ടോ. ക്യാപ്ജ് CABG. ഓക്കെ, CABG ക്യാപ്ജ് എന്നാണ് നമ്മൾ പറയാ. എന്താണ് ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്? ഈ പറയുന്ന കൊറോണറി ആർട്ടറീസിൽ ബ്ലോക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചാൽ മതി, നമ്മുടെ വീട്ടിലേക്ക് പോണ വഴിയിൽ ഒരു മരം വീണു എന്ന് വിചാരിക്കാം. നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ ഒരു മരം വീണു. ഈ മരം വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വേറെ ഏതെങ്കിലും വഴിയിലൂടെ മറ്റേതെങ്കിലും വഴിയൊക്കെ വളഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോകണം, അല്ലെങ്കിൽ വീട്ടിലോട്ട് എത്തണം അല്ലെ. ഇത് തന്നെയാണ് എന്ത് ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഹാർട്ടിലോട്ട് പോകുന്ന ആർട്ടറി ബ്ലോക്കായി, അതിലൂടെ ബ്ലഡിന് പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് വേണം, മറ്റേതെങ്കിലും വഴി തിരിച്ചുവിട്ട് അതിന് ഹൃദയത്തിലോട്ട് നമുക്ക് എത്തിക്കണം അല്ലെ. ആ ഒരു ഓക്സിജനേറ്റഡ് ബ്ലഡിനെ നമുക്ക് എത്തിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സാധാരണഗതിയിൽ ഓടിപ്പോയി ആരും ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് ഒന്നും ചെയ്യില്ല. ആദ്യം ബ്ലോക്ക് വരുമ്പോ ഡോക്ടർ എന്ത് പറയും, ബ്ലോക്ക് വരുമ്പോ ആദ്യം എന്താ നമുക്ക് ആൻജിയോഗ്രാം എടുക്കാൻ പറയും അല്ലെ. ആൻജിയോഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ബ്ലോക്കുകളൊക്കെ നമുക്ക് എക്സ്റേ പോലെ കാണാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് അല്ലെ. അപ്പോ ചില ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആൻജിയോഗ്രാമിലൂടെ ആണെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ എന്ത് പറയും, ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാന്ന് പറയും അല്ലെ. ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മളൊരു സ്റ്റണ്ട്, ഒരു ബലൂണൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റണ്ട് അങ്ങ് കയറ്റി വിടാണ്. അപ്പൊ എന്തുണ്ടാവും, ഈ പറയുന്ന കൊഴുപ്പ് അടിഞ്ഞു കൂടിയ ഭാഗത്ത് ഈ ഒരു സ്റ്റണ്ട് വെക്കുമ്പോ ആ ബലൂൺ ഇങ്ങനെ ഡയലേറ്റ് ചെയ്ത്, അതായത് നമ്മളിപ്പോ പറഞ്ഞില്ലേ ഈ എന്താണ് വഴിയില് മരം വീണു, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ മരം മുറിച്ചിട്ട് ആ മരത്തിനെ നമുക്ക് സൈഡിലേക്ക് എടുത്ത് മാറ്റാം. എന്നതുപോലെ തന്നെ ഈ സ്റ്റണ്ട് അങ്ങ് കയറ്റിയിട്ട് എന്ത് ചെയ്യും, ആ ഒരു ഫാറ്റിനെ നമ്മൾ ഒതുക്കും അല്ല. ആ ഫാറ്റിനെ നമ്മൾ അങ്ങോട്ടേക്ക് ഒതുക്കി അതൊന്ന് ആർട്ടറി ഒന്ന് ഡയലേറ്റ് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ആ വഴി ക്ലിയർ ആയി അല്ലെ. അങ്ങനെ നമുക്ക് ബ്ലഡിനെ എന്ത് ചെയ്യാം, സുഖമായിട്ട് ഹാർട്ടിലോട്ട് പോകാം. പക്ഷെ ചില സിറ്റുവേഷൻ വരുമ്പോ അങ്ങനെയും ചെയ്യാൻ പറ്റില്ല അല്ലെ. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ, ഈ മരം കുറിച്ചിട്ട് നമുക്ക് രണ്ട് സൈഡിൽ ഇടാൻ സ്ഥലമില്ല എന്ന് വിചാരിക്കും. എന്ത് ചെയ്യും, നമുക്ക് വേറെ മാർഗമൊന്നുമില്ല അല്ലെ, വേറെ വഴിയിലൂടെ തന്നെ നമുക്ക് പോകേണ്ടി വരും. അതായത് ഈ ഒരു ബ്ലോക്ക് നമുക്ക് അങ്ങനെ ഈ പറയുന്ന ചില ബ്ലോക്കുകളിൽ ഇപ്പോ ഒന്നിൽ കൂടുതൽ ബ്ലോക്കുകളൊക്കെ ഉണ്ടാവാം അല്ലെ, ഒരുപാട് ബ്ലോക്കുകൾ ഉണ്ടാവാം. ചിലപ്പോൾ ബ്ലോക്ക് വരുന്നത് വല്ല കോർണറിലായിട്ടാണെങ്കിലൊന്നും നമുക്ക് ഈ ഒരു സ്റ്റണ്ട് ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഡോക്ടേഴ്സ് എന്ത് സജസ്റ്റ് ചെയ്യും, ബൈപ്പാസ് സർജറി ചെയ്യാമെന്ന് പറയും അല്ലെ. അപ്പൊ എന്താ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, അതായത് ആ ബ്ലോക്ക് ആയിട്ടുള്ള ആർട്ടറിയിലെ ആ ബ്ലഡിനെ നമ്മൾ ബൈപ്പാസ് ചെയ്ത് മറ്റേതെങ്കിലും, അതായത് നമ്മുടെ ശരീരത്തിന്റെ വേറെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് നമ്മൾ ആർട്ടറി എടുത്ത് അതിനോട് അറ്റാച്ച് ചെയ്യാണ്. അങ്ങനെ ഈ ഒരു ബ്ലഡിനെ നമ്മൾ ബൈപ്പാസ് ചെയ്ത് പുതിയ കണക്ട് ചെയ്യുന്ന ആർട്ടറിയിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഹാർട്ടിലോട്ട് എത്തിക്കും. ദാറ്റ് ഈസ് കോൾഡ് ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് കേട്ടോ. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്, ഇതാണ് ബൈപ്പാസ് സർജറിയിൽ ചെയ്യുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത്രയുള്ള സംഭവം ഇപ്പൊ മനസ്സിലായല്ലോ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് ഒക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്യുന്നത്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി എന്താണ് പറയുന്നത്, കാർഡിയോവാസ്കുലർ സർജറി ഡീൽസ് വിത്ത് സർജിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്. അപ്പൊ അവിടെ നോക്കുക നിങ്ങൾ, കാർഡിയോവാസ്കുലാർ, വാസ്കുലാർ എന്ന വാക്ക് കേൾക്കുമ്പോ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, വെസൽസ് ആണ് കേട്ടോ. ചില വാക്കുകൾ ഇപ്പോഴേ പഠിച്ചു പോവാം, ഇനി നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകളിലൊക്കെ ഈ പറയുന്ന വാക്കുകളൊക്കെ കേൾക്കും കേട്ടോ. അപ്പൊ കാർഡിയോവാസ്കുലാർ എന്ന് പറയുമ്പോ, വാസ്കുലാർ എന്ന് പറയുമ്പോൾ ബ്ലഡ് വെസൽസും കൂടെ അവിടെ ഉൾപ്പെടുന്നുണ്ട് അല്ലെ. ദാറ്റ് ഡീൽസ് വിത്ത് സർജിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽ. കാർഡിയോ മീൻസ് ഹാർട്ട് ആണ്, വെസൽസ് എന്ന് പറയുമ്പോൾ ബ്ലഡ് വെസൽസ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ അതിന്റെ സർജിക്കൽ ട്രീറ്റ്മെന്റ് കൈകാര്യം ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം, കാർഡിയോവാസ്കുലർ സർജറി എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതിന് ഇത്രയും മതി കേട്ടോ.
ഇനിയിപ്പോ കൂടുതൽ എടുക്കുന്നില്ല. നമ്മുടെ ഫസ്റ്റത്തെ ക്ലാസ് അല്ലേ, അപ്പൊ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. എന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ, ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ, വേറെ വിഷയമൊന്നുമില്ലല്ലോ. കാർഡിയോ വാസ്കുലാർ, കാർഡിയോ എന്ന് പറയുമ്പോൾ ഹാർട്ടാണ്, വാസ്കുലാർ മീൻസ് ബ്ലഡ് വെസൽസ്. നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഹാർട്ട്, ബ്ലഡ് വെസൽസ് ഇത്ര അടങ്ങുന്നതാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം. ഓക്കെ, അപ്പൊ ഹാർട്ടിന്റെയും ഈ പറയുന്ന ബ്ലഡ് വെസൽസിന്റെ ഒക്കെ സർജിക്കൽ ട്രീറ്റ്മെന്റുകൾ കൈകാര്യം ചെയ്യുന്ന ആ ഒരു ശസ്ത്രക്രിയാ വിഭാഗത്തിൽ കാർഡിയോ വാസ്കുലർ സർജറി എന്ന് പറയുന്നത്. ഓക്കെ, ഡെയിലി നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ഇടുന്നതൊക്കെ പ്രാക്ടീസ് ചെയ്യണം. ഇന്നത്തെ ക്ലാസ് മിസ്സാവുന്ന ആൾക്കാരുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ നാളെയാണ് റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിന്റെ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് നാളെയാണ് കിട്ടുക കേട്ടോ. അപ്പോ അഥവാ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തുണ്ടെങ്കിൽ ക്ലാസ് എന്താണ് ടെക്സ്റ്റിന്റെ കാര്യമാണ് കിട്ടിയിട്ടില്ല. ടെക്സ്റ്റ് ഓർഡർ കൊടുക്കണം. ടെക്സ്റ്റ് ഓർഡർ കൊടുത്ത് എന്തായാലും തുടക്കാലൊന്നും ഒത്തിരി സ്പീഡിലൊന്നും നമ്മൾ പോകുന്നില്ല കേട്ടോ. എത്രയും പെട്ടെന്ന് ടെക്സ്റ്റ് അതുവരെ നമുക്ക് പെട്ടെന്ന് പോവാം. നമുക്ക് ഫൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ അല്ലേ എല്ലാവരും? നമുക്ക് ഒറ്റ ബുക്കാണുള്ളൂ. ടെക്സ്റ്റ് ബുക്ക് 4 ഉണ്ട് കേട്ടോ. അതായത് മൊഡ്യൂള് 1, മൊഡ്യൂള് 2, 3, 4 അങ്ങനെ 4 ആയിട്ടുണ്ട് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് ഓഫീസായിട്ട് കോണ്ടാക്ട്. അപ്പൊ ശരി, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. Thank you, miss. Thank you.